ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രോഹിത് രവി. ആർച്ചേച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നത്തെ കുറിച്ചിട്ടാണ്, ബാക്ക് പെയിൻ. ബാക്ക് പെയിൻ്റെ പ്രധാന കാരണം ഒന്ന് എന്ന് പറയുന്നത് മസിലിനൊക്കെ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ നമ്മൾ ഇംപ്രോപ്പറായിട്ട് ഏതെങ്കിലും സാധനങ്ങൾ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പൊസിഷൻ പെട്ടെന്ന് ചേഞ്ച് ആകുമ്പോൾ ഏതെങ്കിലും ഓക്വേർഡ് മൂവ്മെൻറ്റോ ഉണ്ടോ ഈ മസിൽ സ്ട്രെയിൻ ഉണ്ടാവാം. ഇതാണ് ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്. മറ്റൊന്ന് ലൈഫ് സ്റ്റൈലായിട്ട് ചേഞ്ചസ് വരുമ്പോൾ, അതായത് നമ്മൾ ഒബിസിറ്റി തടി കൂടി വരുന്ന അവസ്ഥയിൽ മസിലിന് ബലം കുറയുന്ന അവസ്ഥയിൽ ബാക്ക് പെയിൻ ഉണ്ടാവുന്നു. മറ്റൊന്ന് ഹെർണിയേറ്റഡ് അല്ലെങ്കിൽ ഡിസ്ക് ബൾജ്, അതായത് നമ്മുടെ നട്ടെല്ലിൻ്റെ ഇടയിൽ സോഫ്റ്റ് കുഷൻ പോലെ ഉണ്ടാവുന്ന ഒരു ഘടകമാണ് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയുന്നത്. ചില കണ്ടീഷനിൽ പെട്ടെന്നുള്ള ഉളുക്കലോ അല്ലെങ്കിൽ പെട്ടെന്ന് ക്രമേണയുള്ള വെയിറ്റ് ലിഫ്റ്റിംഗ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഡിസ്ക് തെന്നിപ്പോകുന്നു നട്ടലിൻ്റെ ഇടയിൽ. ആ സമയത്ത് നല്ല രീതിയിലുള്ള ബാക്ക് പെയിൻ അനുഭവപ്പെടാം. അത് ഗ്രേഡ് അനുസരിച്ച് മാറ്റങ്ങൾ വരും. അതായത് സ്റ്റാർട്ടിങ്ങിൽ ചെറിയ രീതിയിൽ വേദനയാണെങ്കിൽ പിന്നീട് ഡിസ്ക് തെന്നുന്നതിൻ്റെ അളവനുസരിച്ചിട്ട് കല്ലിലേക്ക് കടഞ്ഞിറങ്ങുന്ന വേദന, തരിപ്പ് എന്നുള്ള അനുഭവങ്ങൾ ഞരമ്പിനെ ബാധിക്കുന്ന അസുഖങ്ങളായിട്ട് ഉണ്ടാവും. മറ്റൊന്ന് ക്രോണിക് കണ്ടീഷൻസ്, അതായത് സ്കോളിയോസിസോ ആങ്കിലോസിസ് സ്പോണ്ടൈലൈറ്റിസ് പോലെയുള്ള അവസ്ഥകളിൽ കാരണം അതുപോലെയുള്ള അസുഖങ്ങൾ കുറേ കാലം നമ്മളെ ബാധിക്കുമ്പോൾ അതിന് ബാക്ക് പെയിൻ എന്ന ഒരു പ്രധാന പ്രശ്നമായിട്ട് മാറുന്നു. മറ്റൊന്ന് ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച അല്ലെങ്കിൽ ആക്സിഡൻറ്റ്, ഇതിനൊക്കെ ഭാഗമായിട്ട് ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പുവർ പോസ്ചർ, നമ്മൾക്ക് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പൊതുവെ നടക്കുന്നതും ഇരിക്കുന്നതൊക്കെ വേണ്ട രീതിയിൽ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നട്ടലിന് വളവ് വരികയും അത് ബാക്ക് പെയിന് കാരണമായിട്ട് മാറും. ആയുർവേദ ചികിത്സയിൽ നമ്മൾ കഷായങ്ങളായിട്ടും മരുന്നുകൾ ഗുളികകൾ ആയിട്ടും ഉള്ളിലേക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പുറമെ പറ്റിടുന്ന രീതിയിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള പൊടികളും തൈലങ്ങളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പഞ്ചകർമ്മ ചികിത്സകൾ, നമുക്ക് വസ്തി എന്ന് പറയുന്ന എനിമ തെറാപ്പി, കഷായവസ്തി, സ്നേഹവസ്തി എന്നൊക്കെ പറഞ്ഞിട്ട് ചികിത്സകളുണ്ട്. അത് കൂടിയ രീതിയിലുള്ള ബാക്ക് പെയിനിൽ നല്ല റിസൾട്ടുള്ള ചികിത്സയാണ്. അതൊരു കോഴ്സ് പോലെയാണ് നമ്മൾ ചെയ്യുക. ചിലപ്പോൾ 8 ദിവസമോ അല്ലെങ്കിൽ 15 ദിവസമോ 30 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന എനിമ തെറാപ്പി ഉണ്ട്. അതുപോലെ തന്നെ കടിയവസ്തി എന്ന് പറഞ്ഞൊരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സ ഉണ്ട്. നമ്മുടെ നട്ടെല്ലിൻ്റെ അവിടെ കമിഴ്ന്ന് കിടന്നിട്ട് തൈലം കെട്ടി നിർത്തുന്ന ഒരു ചികിത്സ. ഇതിൽ വളരെ നല്ല റിസൾട്ട് നൽകാറുണ്ട്. എപ്പോഴും നമ്മൾ ബാക്ക് പെയിൻ്റെ ചികിത്സ നിശ്ചയിക്കാറുള്ളത് ഒരു പേഷ്യൻ്റ് ഏത് കണ്ടീഷനിലാണ് ഉള്ളത്, അത് ക്രോണിക് ആണോ അല്ലെങ്കിൽ അക്യൂട്ട് സ്റ്റേജിലാണോ, അതിനനുസരിച്ച് ഒരു വൈദ്യൻ്റെ യുക്തി അനുസരിച്ച് ആണ് നമ്മൾ തൈലവും മരുന്നുകളൊക്കെ സെലക്ട് ചെയ്യാറുള്ളത്. ഓക്കെ, എല്ലാവർക്കും ബാക്ക് പെയിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.